ജൂലൈ മാസം അടിച്ചു പൊളിക്കാൻ ഈസി സ്റ്റോറിൽ ജിൽ ജൂലൈ സെയിൽ. സ്മാർട്ട് ഫോണുകൾക്ക് 75% വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ്സ്, ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് 50% വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഈസി സ്റ്റോറിലുള്ളത്. ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് 5 വാങ്ങുമ്പോൾ നേടാം 8000 രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി. കൂടാതെ 24,990 രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും. ഈസി കെയറിൽ സൂപ്പറാണ് കെയർ, ഫാസ്റ്റ് ആണ് സർവീസ്. ഉടനെ തന്നെ ഈസി സ്റ്റോറിലെത്തൂ. ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ. കടലിൽ കണ്ടെയ്നറുകൾ, പണിയെടുക്കാനാകാതെ ബോട്ടുകൾ, വല ഉൾപ്പെടെ നശിഞ്ഞു, ലക്ഷങ്ങളുടെ നഷ്ടം. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പ്രതീക്ഷയോടെ കടലിൽ ഇറങ്ങിയ മത്സ്യബന്ധന ബോട്ടുകൾക്ക് വിനയായി അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകൾ. കടലിൽ പല ഭാഗങ്ങളിലും കണ്ടെയ്നറുകളോ അതിന്റെ അവശിഷ്ടങ്ങളോ ആണെന്നും ഇതുമൂലം വലവലിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കൊച്ചി ഫിഷറീസ് ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ട്രോൾനെറ്റ് ബോട്ടുകളിലെ തൊഴിലാളികൾ വ്യക്തമാക്കി. നമുക്ക് ആകെ ഇപ്പോൾ തെക്ക് സൈഡിലാണ് പണിയുള്ളത്. ആ സൈഡിലേക്ക് ചെല്ലുമ്പോൾ ഈ കണ്ടെയ്നറിലാണെങ്കിൽ വല വലിക്കാൻ പറ്റില്ല. അതേ രീതിയിൽ വലയിൽ കൊള്ളാണ്ട സാധനങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരു വളരെ ബുദ്ധിമുട്ടിലാണ് പല അറ്റ് ഓട് പോയി ആകെ പ്രശ്നത്തിൽ. നമ്മൾ 56 ദിവസം കടലിൽ കിടന്നിട്ട് കരക്ക് കിടന്നിട്ട് പണിക്ക് പോയതാണ്. ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ബോട്ട് ഞങ്ങളാകെ ദുരിതത്തിലാണ്. 2-3 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞങ്ങൾ ബോട്ട് പണിക്ക് പോയത്. ഭയങ്കര ദുരിതമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതിനൊരു രക്ഷ തന്നെ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കടക്കിണയിക്കൊണ്ടിരിക്കണേ വീട് പണയത്തിലാണ്, ആകെ ബുദ്ധിമുട്ടിലാണ്. തമിഴ്നാട്ടിൽ വന്നതാണ്. 2 മാസത്തെ മുടക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പണിക്ക് വന്നത്. അവിടെ പോയ സ്ഥലത്തിലൊക്കെ കണ്ടെയ്നറും കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് വലയിടാൻ പറ്റണില്ല. വലയിടാൻ പറ്റാഞ്ഞിട്ട് വലയും ബോർഡൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നെത്തിയേക്കുന്നത്. പണി ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇടുന്ന സ്ഥലത്തിലൊക്കെ കണ്ടെയ്നറിൻ്റെ കാര്യമാണ്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തി മടങ്ങുന്നവയാണ് ട്രോൾനെറ്റ് ബോട്ടുകൾ. കണ്ടെയ്നറുകളിൽ കുടുങ്ങി വല, ബോർഡ്, കപ്പി, വയർ, റോപ്പ് ഉൾപ്പെടെ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തിയിരിക്കുകയാണ് കൊച്ചി ഫിഷറീസ് ഹാർബറിൽ നിന്ന് പോയ ബോട്ടുകൾ. 15ഓളം ബോട്ടുകൾക്കാണ് നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ ബോട്ടുകൾക്കും ഉള്ളത്. ഉത്തരമാത, നിസ്സി എന്നീ ബോട്ടുകൾക്കുണ്ടായ നഷ്ടം വലുതാണെന്ന് ബോട്ടുകളിലെ സാങ്കുമാരായ റൂബൻ, അജയ് എന്നിവർ പറഞ്ഞു. 3 മുതൽ 5 ലക്ഷം രൂപ വരെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിൽ ഇറങ്ങുമ്പോൾ ട്രോൾനെറ്റ് ബോട്ടുകൾക്ക് സാധാരണ വലിയ തോതിൽ മത്സ്യം ലഭിക്കാറുണ്ട്. എന്നാൽ കടലിൽ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളും മറ്റുമുള്ളതിനാൽ വലവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സ്ഥിതി തുടർന്നാൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഉടലെടുക്കുക. 2-3 മാസം മാത്രമാണ് കാര്യമായി മത്സ്യലഭ്യത ഉണ്ടാകാറുള്ളത്. വലിയ പ്രതീക്ഷയോടെ പോയ തൊഴിലാളികളും ബോട്ടുടമകളും നിരാശയിലാണ്. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കും ഇന്ധനം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ലക്ഷങ്ങൾ ചിലവഴിച്ചതിന് ശേഷമാണ് കടലിൽ പോയി തുടങ്ങിയത്. കണ്ടെയ്നറുകൾ തിരിച്ചടിയാകുമെന്ന് കരുതിയില്ലെന്ന് ട്രോൾനെറ്റ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് BU ഫൈസൽ പറഞ്ഞു. ഞാൻ ട്രോൾനെറ്റ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. നമ്മളെ ബോട്ടുകാർ 2 മാസത്തിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു വളരെ കഷ്ടപ്പെട്ട നിലയിലാണ് ബോട്ടിന് ഡീസലും പൈസും റേഷനും ഒക്കെ കയറ്റിയിട്ട് ഈ ബോട്ട് പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ബോട്ട് പണിക്ക് പോയിട്ട് ബോട്ട് കടലിൽ പണി ഉണ്ടാവും, പക്ഷേ നമുക്കവിടെ കടലിൽ പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം ബോട്ട് വല വലിക്കുന്നവർക്ക് ഈ കണ്ടെയ്നർ പോലുള്ള സാധനങ്ങളൊക്കെ മറിഞ്ഞ് കിടക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് കൃത്യമായിട്ട് പണിയെടുത്തിട്ട് ഇത് മീൻ പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം റോപ്പ്, ബോർഡ്, വല ഒരുപാട് നഷ്ടങ്ങളാണ്. 4-5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ഈ പറഞ്ഞ ബോട്ടുകളൊക്കെ കടലിൽ നിന്ന് കയറി വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു 10-15ഓളം ബോട്ടുകൾ കയറി കിടപ്പുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു സീസൺ വർക്കാണത്. ശരിക്കും പറഞ്ഞാൽ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ബോട്ടുകാർ സിംഗിൾ അടിച്ച് വേണ്ട ടൈമാണ്. കരിക്കാടിയായാലും കിളിയായാലും ഈ കപ്പൽ മുങ്ങിയ ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ കടൽ മത്സ്യം ലഭ്യത ഇല്ലെന്നുള്ളതാണ്. കരിക്കാടി ഈ പ്രദേശത്ത് കാണാനില്ല. കൊല്ലായാലും കായംകുളമായാലും ഇങ്ങനെ പോയാൽ കടത്തിൽ നിന്ന് വീണ്ടും കടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലിശയ്ക്കും മറ്റും വായ്പയെടുത്താണ് ഉടമകൾ ബോട്ടുകൾ കടലിൽ ഇറക്കിയത്. സീസൺ സമയത്തെ ഈ പ്രതിസന്ധി ബോട്ടുടമകൾക്കും തൊഴിലാളികൾക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടലുകൾ വേണമെന്നും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ കോടതിയെ സമീപിക്കുമെന്നും BU ഫൈസൽ പറഞ്ഞു. തൊഴിലാളികൾക്കുണ്ടായ പ്രതിസന്ധി വലുതാണെന്നും സീസൺ സമയത്തുണ്ടായ പ്രശ്നം അനുബന്ധ മേഖലയെ ബാധിക്കുമെന്നും ഇതര സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹി സനിൽ ഈസയും വ്യക്തമാക്കി. ഐസും പിന്നെ ഡീസലൊക്കെ എല്ലാം ചേർത്ത് ഒരു 4 രൂപയുടെ ഇത് എടുത്തിട്ടാണ് പണിക്ക് പോയത്. പണിക്ക് പോയപ്പോൾ അവിടെ വല വലിച്ചപ്പോൾ കണ്ടെയ്നറാണ്, കപ്പലിൻ്റെ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൽ ഇടിച്ച് ബോർഡും വലയൊക്കെല്ലാം പോയതാണ്. പിന്നെ കപ്പിയൊക്കെ പിന്നെ ഓയർ റോപ്പൊക്കെ ഇടിച്ച് താഴോട്ടെല്ലാം പോയതാണ്. 3 ലക്ഷം രൂപയുടെ ചിലവ് ഞങ്ങൾക്കുണ്ട്. പണിയെടുക്കാൻ പറ്റാനുള്ള കടൽ. ന്യൂസ് ബ്യൂറോ, തൊപ്പമ്പടി.